ഗാനയിലെ രാജാവ് കാനഡയിൽ തോട്ടക്കാരനായി ജോലി നോക്കുന്നു. ഹൈ, രാജാവിനും ഈ ഗതിയോ? 2016 മുതൽ ഇന്റർനെറ്റിൽ ഹിറ്റായി ഓടുന്ന, ഇപ്പോഴും ഇന്നലെ എന്ന പോലെ കൗതുക വാർത്തകളുടെ മുൻപന്തിയിൽ ഇടം പിടിക്കുന്ന ആ രാജത്യാഗത്തിന്റെ സത്യാവസ്ഥ ഇതാണ്. ഗാനയിലെ അക്കരയിലെ ഗോത്രവംശത്തിൽ ജനിച്ച എറിക് മാനു ജീവിതമാർഗം തേടിയാണ് കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയയിലെത്തിയത്. അവിടെ സൂസൻ വാട്സൺ ഫൗണ്ടേഷൻ എന്ന കമ്പനിയിൽ തോട്ടക്കാരനായി ജീവിതം നയിച്ചു വരവെയാണ് ഗാനയിലെ തന്റെ ഗോത്രവംശത്തിന്റെ അപ്പോഴത്തെ രാജാവ് അപ്രതീക്ഷിതമായി മരണമടയുന്നത്. ഗോത്ര താവഴിയിലെ അടുത്ത സ്ഥാനാവകാശിയായി കാനഡയിലായിരുന്ന എറിക് മനുവിനെ അവർ തിരഞ്ഞെടുത്തു. ഗാനയിലെത്തി സ്ഥാനമേറ്റെടുത്ത എറിക് മാനുവിന് ഗാനയിലെ ഗോത്ര സംസ്കാരമെന്ന ഇടനാഴിക്കുള്ളിൽ നിന്നും ചെയ്യാൻ കഴിയാവുന്നതിന്റെ 110 ഇരട്ടി ബ്രിട്ടീഷ് കൊളംബിയയിൽ തിരിച്ചെത്തിയാൽ ചെയ്യാമെന്ന് മനസ്സിലാക്കിയതും തിരികെ തന്റെ മാതൃകമ്പനിയിലേക്ക് തിരിച്ചെത്തി 6000-ലധികം അംഗങ്ങളുള്ള തന്റെ ഗോത്രത്തെ സഹായിക്കാൻ വേണ്ടതെല്ലാം കാനഡയിലിരുന്ന് അഹോരാത്രം പണിയെടുത്തുണ്ടാക്കുകയാണ് എറിക് മാനു എന്ന യുവരാജാവ്.